NDAയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ. എന്റെ പൊന്നു ദൈവമേ, അഖിലേട്ടൻ ചോദിച്ചു, അരുണേട്ടൻ തിരിച്ചു കൊടുത്തു. എന്തായാലും നാട്ടിച്ച് വിട്ടേച്ചിട്ടുണ്ട്. കുഴപ്പമില്ലെന്നേ. ഇലക്ഷൻ ആവുമ്പോഴേ ജയവും ഉണ്ടാവും തോൽവി ഉണ്ടാവും. അതൊക്കെ സാധാരണയല്ലേ. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ജയറാമേട്ടാ, പാവ അഖിലേട്ടൻ. നിങ്ങളാരും ഇനി പോയി ട്രോളാനും കളിയാക്കാനും ഒന്നും നിൽക്കല്ലേ. പാവം തോറ്റവന്റെ മനോവിഷമം നമ്മൾ മനസ്സിലാക്കണ്ടേ. എനിക്കിപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. ആരും ഊതാൻ പോകരുതേ. പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെയായി. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്?